ഒന്നുമില്ലമ്മേ, അവളുടെ ദേഹത്തൊരു പല്ലി വീണോ? പല്ലി ഇന്നത്തോടെ നിർത്തിക്കോണം. വെളുപ്പം കാലത്തുള്ളി ആക്രാന്തം. നീ ഫുഡ് ഉണ്ടാക്കിക്കേ. 6 മണിയുടെ ഫാസ്റ്റ് പോയല്ലേ, പിന്നെ ലോക്കലിൽ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരും. ചെല്ല് നോക്കിക്കാതെ. വിവേകാനന്ദ, നീ ഇറങ്ങുവാണോ? അമ്മ ഇത്ര നേരത്തെ എഴുന്നേറ്റായിരുന്നോ? ഈ ആഴ്ച വരുവോ അതോ വല്ല ഒഴിവൊഴിവും പറഞ്ഞ് അവിടെ തന്നെ തങ്ങും? അമ്മ ഞാൻ വരും. എടാ, ഇന്നലെ നിന്റെ അച്ഛൻ സൈക്കിളെ വരുമ്പോഴേ ഒരു പട്ടി പുറയെന്ന് വീണ് കൈയും കാലും മുറിച്ചെന്ന് സച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. നിനക്ക് നേരം ഉണ്ടേ നീ അവിടെ വരെ പോയെന്ന് അന്വേഷിക്കേ. ഞാൻ പറഞ്ഞാണെന്ന് പറയണ്ട. അപ്പൊ അമ്മക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. വയസ്സായതല്ലേ. ലവ് ലവ്. ഇന്ന് എന്നതാ കഴിക്കാൻ? അപ്പോ മുട്ടക്കറി. ഇന്നലെ രാത്രി തന്നെ അല്ലായിരുന്നു? ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ എല്ലാരെ പോലെ ബസ് വഴി നിർത്തുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കും. എന്നിട്ട് വേണം കക്കൂസ് അന്വേഷിച്ച് നടക്കാൻ. വെളുപ്പിന് എന്നെ ഒരു ലേഹ്യം വലിച്ചു വരി കയറ്റുന്നുണ്ടാവും. അല്ലാതെ ഹോട്ടൽ ഫുഡിന്റെ കുഴപ്പമൊന്നുമില്ല. ചോപ്പം പിശാച് എവിടെ പോയി കിടക്കുക? പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന ഒറ്റ ഉണ്ടെന്നില്ല. എവിടെ പോയി കിടക്കുകയായിരുന്നു ചോപ്പ? സമയാവുന്നല്ലേ ഉള്ളൂ. അറിയാൻ മേലാത്ത പണിക്ക് പോകണം. വണ്ടി ഓടിക്കാൻ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ, കേക്കത്തില്ലല്ലോ. പുതിയ കാര്യം വല്ല ഉണ്ടെങ്കിൽ പറ ചോപ്പാ. നീ അതേ ഏയ് ഒന്നുമില്ലടി. എടി വെട്ടം വേണ്ടി പോയാൽ മതി കേട്ടോ. വണ്ടി എടുക്കും. അച്ഛാ, സച്ചി, എടാ സച്ചി, ഇനി നോക്കിന്നാലേ ബസ് നീ വിട്. ഹലോ, എന്നാ ചേട്ടാ? കേട്ടില്ലോ, വിളിച്ചായിരുന്നോ? എടാ ബസ് മിസ്സാവും, അതാ വെയിറ്റ് ചെയ്യാതിരുന്ന്. അതേ പട്ടി ഓടിച്ചിട്ട് അച്ഛനെന്തേലും പറ്റിയായിരുന്നോ? കാര്യമായിട്ടൊന്നുമില്ല. രാത്രി അടങ്ങി അങ്ങ് വീട്ടിൽ ഇരിക്കത്തില്ലല്ലോ. എന്നാ പൈലപ്പച്ചേട്ടൻ്റെ വീട്ടിലിരുന്ന് മിനുങ്ങി തിരിച്ച് സൈക്കിളായി പോരുമ്പോൾ റോഡിന് കുറുകെ ഒരു പട്ടി ചാടി. പട്ടിയുടെ അടുത്തുനിന്ന് ചൊറിയാൻ ചെന്നു. അത് വീട് വരെ ചേസ് ചെയ്തു. എന്താ അച്ഛൻ പട്ടിയെ നിയമ പഠിപ്പിക്കാൻ ചെന്നു കാണും. ഞാൻ ചിലപ്പോൾ അച്ഛനും പട്ടിയുടെ റോട്ടിൽ കിടന്ന് നല്ല ഫൈറ്റാ. സൈക്കിളിൽ നിന്ന് വേണം മുട്ടിന് താഴെ ശാലം പൊട്ടി, അത്ര ഉള്ളു. നീ അതിനിടയിൽ അപ്പുറത്തെ പിള്ളേരാരുണ്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. ശരി, ഞാൻ സ്റ്റാൻഡിലെത്തി, വിളിക്കാം. ഹെൽമെറ്റ് കല്യാണം കഴിഞ്ഞ മണവാളൻ ഡ്യൂട്ടി കയറിയിരുന്നോ? പിന്നെ 2 ആഴ്ച കഴിഞ്ഞില്ലേ, അതേക്കുള്ള സർക്കാർ ലീവ് വരത്തില്ലല്ലോ. എങ്ങനെയാ ഹണിമൂൺ അടിച്ചു കൊടുത്തോ? കുഴപ്പമുണ്ടായിരുന്നില്ല. കർണാടകനല്ലേ? ഡേയ്, പെണ്ണിന്റെ ഫോട്ടോ കണ്ടില്ലായിരുന്നല്ലോ ഇത്. സുന്ദരിയാണല്ലോ.
വിവേകാനന്ദ ആ കുഞ്ഞിപ്പച്ചേട്ടനെ കൂട്ടാ മൂവാറ്റുപുഴയ്ക്കാ ഇന്ന് ലേലദിവസമല്ലേ അതിന് പോകുക നിന്റെ അച്ഛനല്ലേ ഇത് നീ ഒന്ന് നോക്കിയേ ഞാൻ പോസ്റ്റ്മാനാണ്. നിനക്ക് ഇന്ന് കത്തും മണി ഓർഡർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നിന്റെ ഫാമിലിയൊക്കെ എന്ത്? ഓ ബാച്ചലറാണോ? നല്ല കാര്യം. ഞാൻ വെറുതെ വൃത്തിയെ കല്യാണം കഴിച്ചു. അവക്കിപ്പോ എന്നെ വേണ്ട, പെൻഷൻ മാത്രം ഒന്നാം മേടിക്കും. ഇത് വൈറലാകും. നിക്ക് വേഗം സാറ് വന്നിട്ടില്ല. സാറേ വേഗം വാ. അയാൾ ഹോട്ടലിലേക്ക് കയറിയില്ലല്ലോ, പിന്നെ എവിടെ പോയി? ടോയ്ലറ്റിൽ പോയതാ. ഇത് എന്നാ ഇടപാട്? എന്റെ ലേലം മുടങ്ങും. ഇത് എന്നതാ വിവേകാനന്ദ? അച്ഛാ ഞങ്ങൾ ഇറങ്ങുവാന്നേ. ശാന്തമ്മ ഇവിടെ ഉണ്ടാവും. ഓരോന്ന് പറഞ്ഞ് അവളുമായിട്ട് വഴക്ക് കൂടണ്ട. നീയൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ ഒരു വഴക്കാളിയാക്കും. അതാണല്ലോ പതിവ്. വഴക്കൂടി ഇവിടുത്തെ ഗ്ലാസും പ്ലേറ്റും ഒന്നും എറിഞ്ഞുടയ്ക്കാൻ നിൽക്കണ്ട. അച്ഛാ ഞങ്ങളേ വരാൻ കുറച്ച് ലേറ്റ് ആവും. അച്ഛൻ വൈകിട്ട് പുറത്ത് പോവാണെങ്കിൽ വീട് പൂട്ടി ചാവി അപ്പുറത്ത് കൊടുത്തേക്കണേ. ആയിക്കോട്ടെ. ഇന്നലത്തെ പോലെ ഞങ്ങളെ വരാന്ത കിടത്തരുത്. ഇല്ലടാ. പിന്നെ പോകുന്ന വഴിക്ക് വല്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്നേലും ഒക്കെ കാണും. അതിനായിട്ട് വഴിക്ക് വിട്ടു. അന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഉപദേശം എല്ലാം കൂടെ എഴുതി ഒരു പേപ്പർ ഇങ്ങോട്ട് താ. അപ്പൊ പിന്നെ ഞാൻ മറക്കുകയല്ലോ. ഒന്ന് പോടാ പോയി. കുറെ ഉപദേശക്കാർ വന്നേക്കും എന്നോടെ. ശാന്തമോ, നിനക്ക് എന്നാണ് എന്നോട് ഇത്ര കലിപ്പേ? ഒരു പഞ്ചപാവം വന്നേക്കണം. വേണ്ടാത്തടത്താണ് എപ്പോഴും ആളുടെ കണ്ണും നോട്ടൊക്കെ. എന്നാ നീ എന്നാന്ന് പറഞ്ഞേ? ഞാൻ കേട്ടു. നീ ആരുടെ പൂരവരമ്പയോ? ഒന്ന് പോയടെ ഇവിടുന്ന്. നിന്നെ പോലത്തെ പെണ്ണൊക്കെ ഒരു വിചാരമുണ്ട് എന്നെ പോലുള്ള ആണുങ്ങൾ ഇവിടെ ഞരമ്പുരോഗികളാണെന്ന്. അയ്യേ, പഴയ കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ല ഇനിയുള്ള കാലം മഴയെണ്ണേണ്ടി വരും. ഒന്ന് പോ ശാന്തമേ അവിടുന്ന്. അവിടെ ഒരു തമാശ. ഇതെങ്ങട്ടാണ് മുറിഞ്ഞ കാലം വെച്ച്? നിനക്ക് എന്നൊക്കെ അറിയണം. പിന്നെ ഉച്ചക്കുണ്ണ ഞാനുണ്ടാവും. കൂടെ ചിലപ്പോ പൈലപ്പനും കാണും. ഇച്ചിരി മാങ്ങാച്ചമന്തി കൂടെ അരച്ചേക്കണേ. ഇവിടെ മാങ്ങിയൊന്നുമില്ല. വളംപുളിയായാലും മതിയേ. വയസ്സാകും തോറും വെയിറ്റ് കൂടി വരാനുള്ള ഉപ്പൻ ചേട്ടാ. ഇതൊരു മാതിരി മഞ്ചലെ കൊണ്ടുപോകുന്നുണ്ട്. എടാ എന്നേലും 5-8 വയസ്സ് ഇളയല്ലേ നീ? നല്ല ആരോഗ്യമുണ്ട്. എന്നെ അങ്ങോട്ട് വെച്ച വിട്ടാ എന്താ ഒരൊറ്റ പേടെ വിട്ടും. സിത്താര കൊച്ചു വരുന്നുണ്ട്. നീ ഓഫീസിലേക്കല്ലേ ഇന്നെ എത്ര നേരത്തെ? ഞാനെന്നും ഈ നേരത്തല്ലേ പോകുന്നത്. അച്ഛന്റെ കാലിന് എങ്ങനെയുണ്ട്? ഓ അതൊക്കെ അങ്ങനെ കിടക്കും. പിന്നെ എന്റെ പെൻഷൻ കാശ് കിട്ടിയായിരുന്നു. അത് നിന്നെ ഏൽപ്പിക്കാൻ വന്നാ. വീട്ടിലേക്കല്ലേ അമ്മയുടെ കൊടുത്തേരെ. ഓ അത് ശരിയാകുമല്ല. അവളോട്ട് കൈ വാങ്ങത്തുമില്ല. പിന്നെ ആ അവിഞ്ഞ മോന്ത വാണ്ടിയും വരും. കൂടെ പൈലപ്പൻ ചേട്ടനുണ്ടല്ലോ, കൊടുത്തോളും. എന്റെ ബസ് പോവാ. അതുകൊണ്ട് അമ്മ വാങ്ങിച്ചോളും. ചെല്ല്. പിന്നെ എന്നാ ഞാൻ കൊടുക്കുകയല്ലേ. പണ്ടെങ്ങാണ്ടോ ചെയ്തൊരു പോക്കണം കേട്ടിന് ഇങ്ങനെയുണ്ടോ പെണ്ണുമ്പിളുടെ ഒരു ശിക്ഷ? ജീവപര്യന്താണേ 14 വർഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോ അതിനെക്കാട്ടിലും കൂടുതലായില്ലേ? ഇതേ ഞാനും കെട്ടിയോളും തമ്മിലുള്ള പ്രശ്നം. നീ ഇതിനകത്ത് കയറി കൂടുതൽ ഒരുപാട് അങ്ങോട്ട് അഭിപ്രായിക്കണ്ട. ഇതെന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കേസല്ലേ. പിന്നെ അതെ നീ വണ്ടി നിർത്തിയിട്ട് അവളെ വിളിച്ചേ. ടീച്ചറേ, സാവിത്രി ടീച്ചറേ, ദേ പപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ പൈലപ്പന ഇങ്ങനെ ഡോക്ടറെ കണ്ടായിരുന്നോ? വലിയ മുറിവാണോ? എന്നോടാണ് ചോദിക്കുന്നത് ടീച്ചറെ. വടി പോലും നിൽക്കുമല്ലേ, നേരിട്ടൊക്കെ ചോദിക്കാൻ മേലേ. ഞാൻ കൊടുത്തവള് മേടിക്കലെന്ന് അറിയില്ലേ? സിത്താരുടെ കയ്യിലല്ലേ കൊടുക്കുന്ന എപ്പോഴും? കൊച്ചെവിടെ തരാൻ പറഞ്ഞേ? എടാ പൈലപ്പോ, ജാതി പറിക്കാറായി കിടക്കാണല്ലോ. ആണോ? പണിക്കാരെ ഒന്നും കിട്ടി കാണുകയില്ലായിരിക്കും. കാണത്തില്ലായിരിക്കും. പറമ്പിലാണെ പുല്ലുകാരി മുടിഞ്ഞു കിടക്ക. നാളെ ആ കുട്ടനോട് ആന്റപ്പനോട് പണിക്ക് നിൽക്കാൻ പറ. ഇങ്ങനെ ചായ വേണോന്ന് ചോദിക്കേ. വേണ്ട, എനിക്ക് എന്നാണല്ലോ വേണം ടീച്ചറെ. അതെ പപ്പൻ ചേട്ടാ, എല്ലാ മാസവും പെൻഷനൊന്നും തുക മുടങ്ങാതെ പപ്പൻ ചേട്ടൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ടീച്ചറിന് പെൻഷൻ ഉള്ളതല്ലേ, അതന്നെ ഇങ്ങോട്ട് തരാത്തെ? ഞാൻ കാരണമല്ലേടാ അവള് ജോലി രാജിവെച്ചത്. അതും 10-12 കൊല്ലം സർവീസ് ബാക്കിയുള്ളപ്പോ. അതുകൊണ്ടൊക്കെ മിനിമം പെൻഷനേ ഉള്ളൂ. അവൾ എത്ര ഗർഭിച്ചാലും മാസം ഇതിവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടുകയല്ല. അതാ എന്നാ പിടിച്ചോ. പറഞ്ഞല്ലേടാ, എന്നാ പിടിച്ചോ. ഇവിടെ വീട്ടിലോട്ട് കൊണ്ടോ ഒക്കെ.
ബാക്കി കൈ വെച്ചോ. സർ ഞാൻ എത്ര തവണ ഇവിടെ വരുന്നു, ഓരോ തവണ ഓരോ എക്സ്ക്യൂസസാ. ഞാൻ എന്ത് ചെയ്യാനാ? തിരുവനന്തപുരം ഓർഡർ വരണ്ടേ? നിങ്ങൾ സാറിനെ ഒന്ന് കാണും. ഏത് സർ? ഇപ്പൊ അകത്തേക്ക് പോയില്ലേ ആ സാറ്? ഏരിയ മാനേജറാ. ടോയ്ലറ്റ് കയറിയായിരിക്കും. ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. സാറിനെ കാണാൻ. ആ ലേഡി അല്ലേ, വരാൻ പറ. അല്ല സാർ, 11 മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്യട്ടെ. ആ ലേഡിയോട് വരാൻ പറ ആദ്യം. ഓക്കെ സാർ. വരൂ ഇരിക്കും. താങ്ക് യു സർ. ഞാൻ ദിവ്യ. എൻ്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ. MK മുരളീധരൻ. ഓ, മുരളി സാറിന്റെ മോളാണോ? എനിക്കറിയാമല്ലോ. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത്. ഇപ്പൊ 6 മാസം കഴിഞ്ഞു. അറിയാം. മരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ വരെ ഒത്തില്ല, ലീവിലായിരുന്നു. അതാ നമ്മളെ അമ്മയെ അന്ന് കാണാൻ പറ്റാതെ പോയത്. സർ, അതിൻ്റെ ക്ലെയിം ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല. ഈ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ കിട്ടാനുണ്ട്. അന്വേഷിക്കുമ്പോൾ ഒരു ഫയൽ മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. ഓരോ സാങ്കേതികത്വം പറഞ്ഞ് തട്ടിക്കളിക്കുക. ഛേ, മോശമായി പോയല്ലോ. ദിവ്യക്ക് നേരത്തെ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എനിക്ക് സാറിനെ പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഏതായാലും പരിചയമില്ലേ. ഇനി എത്രയും പെട്ടെന്ന് ദിവ്യയുടെ പേപ്പർ ശരിയായിക്കോളൂ. ഓക്കെ, താങ്ക് യു സർ. ദിവ്യക്ക് കുടിക്കാൻ കോഫിയോ? ഒന്നും വേണ്ട സാർ. ഏയ്, ഇവിടെ നോ ഫോർമാലിറ്റീസ്. ഓക്കെ സർ. 2 കോഫി. ദിവ്യ എന്നാ ചെയ്യുന്നു? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. കൊള്ളാമല്ലോ. ഇതാ ബദമാണ്, എടുത്തോളൂ. കമോൺ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കും. യു ലുക്ക് സോ പ്രിറ്റി. താങ്ക് യു സർ. സാറ് വന്നോളൂ. ആ, വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം തന്നാ ലേഖല്ലേ, അതൊട്ടും ശരിയാകത്തില്ല. കക്കൂസിൽ ഇറങ്ങാൻ സമയമില്ല. ഷേ, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല, ഇപ്പൊ 3 തരം ലേഹ്യല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപം പറഞ്ഞതോ? അത് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കുമല്ലോ സാറേ. ആ, ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയിൽ ഒരുപാട് മരുന്നുകളുണ്ട്. ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അതിന് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കശർപ്പുണ്ടാവും, സാരമില്ല. തേന് ചാലിച്ച് കഴിച്ചാൽ മതി. അയ്യോ, എനിക്ക് അലർജിയാ. തേൻ അലർജിയോ? അതാദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ, എങ്കിൽ റമ്മ ബെസ്റ്റ്. അതാകുമ്പോൾ വീര്യവും കൂടും. റമ്മ മതി. പാല് മതി. എന്തിന്? അല്ല, ഞാൻ മദ്യപിക്കുകയല്ല. ഓ, താനെന്തൊരു ജന്മമാണ്. പച്ചക്ക് ഈ ലേഹ്യം മാത്രം വലിച്ചു വാരി തിന്നിട്ട് കുറ്റം എനിക്കും എന്റെ ലേഹ്യത്തിനും. എടോ, വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം, അതൊരു ഉത്തേജകമാടോ. 10-37 വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത കിഴങ്ങൻ. എടോ, പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണോ? ഏയ്, ഭാര്യയുടെ അടുത്തൊന്നും ചെലവാകല. അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവൾ മുട്ടം കലിപ്പില്ല. ഡയാനയ്ക്ക് കുഴപ്പം കാണത്തില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ബീറൊക്കെ കഴിക്കും. അതാരാ ഡയാന? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ സെറ്റപ്പ്. അല്ല, താൻ ചെല്ലേ. അപ്പൊ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു പെഗ്ഗിൽ തുടങ്ങി. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കള്ള. അയ്യോ വിവേകാനന്ദ, 500 പോരാ.
ഉപദേശമില്ലേ? ആ പോയിട്ട് ആഞ്ജനേയ സ്വാമി. ചേട്ടാ ഒരു കുപ്പി റം. അതെ ചെറിയ കുപ്പി ചെല്ല്. ഇവിടെ സത്യം പറയടി, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ഇയാൾ വീട്ടിൽ വന്നത്? അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. നീ ഉറങ്ങായിരുന്നില്ലേ? പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്ന്? അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു. സോറി സാർ. എന്തോ സോറി, മനുഷ്യനെ മെനക്കെടുത്താൻ ആദ്യമായിട്ടാണോ സിനിമയില്? അല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാ. സോറി. എന്താ എന്റെ പേര്? ഡയാന. ആ ശരി, ഓഫ് ചെയ്തോ? ഓ സാർ. ഓക്കെ, വൺ മോർ ടേക്ക്. ഏതാ? ഒരു കുപ്പി റം. ബ്രാൻഡ് പറ. ബ്രാൻഡ് നല്ലതെടുത്തു. ഫുള്ള ഹാഫാ? ഹാഫ് മതി. അല്ല ഫുള്ളാക്കി എടുത്തു. ഫുള്ളിന് എത്ര? അല്ല വേറെ ഗ്യാസ് ഉണ്ടാവും. വേഗം പറ. ബിയറിനല്ല ഗ്യാസ് ഉള്ളത്, നല്ല ഗ്യാസ് ഉള്ള ബിയർ. ശരി, എത്ര? 1260. 1260. ഇത് ബിയർ. അതെ അതെ, ഇത് ബിയർ, അത് റം. ആരാ വിളിച്ചോണ്ടിരുന്നേ? വെറുതെ ഡയറക്ടറിന്റെ തെറി കിട്ടും. ഓ എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴും ഉള്ളതാ ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റും. ഹലോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. എന്നാ പറ്റിയേ? ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു, അതാ വിളിച്ചപ്പോ കട്ട് ചെയ്തേ. വിവേക് വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ എപ്പോ എത്തും? രാത്രി 9 മണിയോ? ഷോർട്ട് റെഡി, ചെല്ല്. വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, ഇനി മറക്കണ്ട. ആ വിവേകാനന്ദ, അപ്പൊ മറ്റേ ലേഹ്യം വേണ്ട? മറ്റേ ലേഹ്യം അതിന് വരാ. ഈ ചൂർണം അവസാനത്തെ കണ്ടില്ലേ? ഞാൻ മറ്റേ ലേഹ്യം അടിക്കുന്ന കാര്യം താൻ എന്നാ തന്നെ ഡോക്ടർ പറഞ്ഞു. താൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടേ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. എനിക്ക് അയാളെ നല്ല വിശ്വാസ, അനുഭവം കൊണ്ട് പറയുന്നതാ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട, ഏത് ചെറിയ സാധനവും വലുതാക്കും. സാറ് വന്നേ? ഞാൻ സാറിനെ നോക്കി നിക്കണാണ്. ജോണിച്ചായ പണിക്കൊന്നും പോയില്ലേ? എവിടുന്ന്? 2 ദിവസത്തായിട്ട് ബോട്ടുകാർ സമരത്തിലാണ്. അല്ലേ തന്നെ എന്നെ അവന്മാർ അടുപ്പിക്കൂല. ഞാൻ കണ്ടത് പറയും. അവന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പിടിക്കണ. വേണ്ട. ആ നടക്ക. ലില്ലി ഉണ്ടാകത്ത് അമ്മയുടെ ഡൈപ്പർ മാറ്റണാണ്. ബിയറുണ്ടോ? കർത്താവേ, സാർ അടി തുടങ്ങിയ. ഞാനാണ് പച്ചക്ക് നിൽക്കണാണ്. ഏതൊരു മരുന്നിനുള്ള? ഇതെല്ലാം മരുന്നാണ്, സാറിനറിയാൻ പാടില്ലാട്ടാണ്. ഗ്ലാസ് റെഡി, നമുക്ക് അയച്ചിട്ട് തുടങ്ങാന്നേ സാറേ. അങ്ങനല്ല ഞാൻ അത് ശരിയാകത്തില്ലെന്ന്. സാറ് വന്നായിരുന്നാ? എന്താണ് ഒരു പരിങ്ങല്? സാറേ, ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളൂ. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ, ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ആ ശരി. അതെ, വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചും വെച്ച് പാതിരയ്ക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ, ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോണിച്ചായ? എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേച്ച് വരാം. സാർ ഞാൻ പച്ചക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം പൊളിയാക്കണ്ടേ? എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. എന്നായാലും ഡയാന വരാൻ ലേറ്റ് ആവും. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട, ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. വെറുതെ കൊതിപ്പിക്കാൻ. അമ്മ, ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസമില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ?
ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു അരമണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും.